ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യ വാർത്തയിലേക്ക് സ്വാഗതം. സന്ദീപ് വാര്യർക്കെതിരെ സിപിഎമ്മിന്റെ പരസ്യം അനുമതി വാങ്ങാതെ അന്വേഷണത്തിന് കലക്ടറുടെ നിർദ്ദേശം. പാലക്കാട് സന്ദീപ് വാര്യർക്കെതിരെ സിപിഎം പത്രപരസ്യം നൽകിയത് മുൻകൂർ അനുമതി വാങ്ങാതെ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വാങ്ങാതെയാണ് വോട്ടെടുപ്പിനു തലേന്ന് പരസ്യം പ്രസിദ്ധീകരിച്ചത് എന്നാണ് വിവരം. തിരഞ്ഞെടുപ്പു കാലത്ത് ഇത്തരം പരസ്യങ്ങൾ നൽകാൻ ജില്ലാ കലക്ടർ അധ്യക്ഷനായ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വേണം. സമൂഹത്തിലെ വർഗീയ വേർതിരിവും സ്പതയും വളർത്തുന്നതാണ് പരസ്യമെന്നും അതിനെതിരെ നിയമവിദഗ്ധരുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പരസ്യത്തെപ്പറ്റി അന്വേഷിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് തിരഞ്ഞെടുപ്പ് പരസ്യങ്ങൾക്ക് LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അനുമതി വാങ്ങിയിരുന്നു. എന്നാൽ വിവാദമായ പരസ്യം മാത്രം കമ്മീഷനെ കാണിക്കാതെ ഒഴിവാക്കുകയായിരുന്നുവെന്നാണ് വിവരം. സരിൻ തരംഗം എന്ന വലിയ തലക്കെട്ടുള്ള പരസ്യത്തിൽ സന്ദീപിന്റെ പഴയ പ്രസ്താവനകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കശ്മീരികളുടെ കൂട്ടക്കൊല ആഹ്വാനം, CAA കേരളത്തിൽ നടപ്പാക്കുമെന്നു പറഞ്ഞിട്ടുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകൾ, ഗാന്ധിജി വധത്തെപ്പറ്റിയുള്ള പരാമർശങ്ങൾ തുടങ്ങിയവ പരസ്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സന്ദീപ് വാര്യർക്കെതിരായ പത്രപരസ്യം സിപിഎമ്മിന്റെ ഗതികേട്. ഓന്ത് ഇവർക്കു മുന്നിൽ നമസ്കരിക്കുകയാണ്. തിരുവനന്തപുരം. സന്ദീപ് വാര്യരെ അവമതിച്ച് CPM പത്രപരസ്യം ചെയ്തതു ഗതികേടുകൊണ്ടാണെന്നും അന്തം വിട്ടവന് എന്തും ചെയ്യുമെന്ന ദയനീയാവസ്ഥയിലാണ് പാർട്ടിയെന്നും KPCC പ്രസിഡന്റ് K സുധാകരന്. പരാജയഭീതി തുറിച്ചുനോക്കുന്ന അവസ്ഥയിലാണു CPM. പാർട്ടി എന്തുമാത്രം പ്രതിരോധത്തിലാണെന്ന് പരസ്യം സൂചിപ്പിക്കുന്നു. എല്ലാ മര്യാദകളും മാന്യതയും ലംഘിച്ചുകൊണ്ട് CPM പ്രസിദ്ധപ്പെടുത്തിയ പരസ്യത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സുധാകരന് പറഞ്ഞു. AK ബാലന് ഉൾപ്പെടെയുള്ള സിപിഎമ്മിന്റെ നേതാക്കള് സന്ദീപ് നിഷ്കളങ്കനാണെന്നും ക്രിസ്റ്റൽ ക്ലിയറാണെന്നും പറഞ്ഞിട്ട് ദിവസങ്ങൾ പോലുമായില്ല. അദ്ദേഹത്തെ സിപിഎമ്മിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുമെന്ന് പറഞ്ഞത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുൻമന്ത്രി AK ബാലനും മന്ത്രി MV രാജേഷും ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. അവരാണ് ഇപ്പോൾ സന്ദീപിനെതിരെ വർഗീയത പറയുന്നത്. ഓന്തുപോലും ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ഇവരെ കണ്ട് നമസ്കരിക്കുകയാണ്. മുനമ്പം പ്രശ്നം പരിഹരിക്കാന് മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും മുൻകൈയെടുത്ത് നടത്തിയ ചർച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് കണ്ടുപിടിക്കണം. ഈ വിഷയം പരിഹരിക്കാന് മുഖ്യമന്ത്രി ശ്രമിക്കാതിരുന്നത് വർഗീയ ശക്തികളെ ഭയന്നാണ്. ബാബ്രി മസ്ജിദ് തകർത്തപ്പോൾ ഉൾപ്പെടെ വർഗീയ സംഘർഷങ്ങളെ ഊതിക്കെടുത്തിയ മഹനീയ പാരമ്പര്യം പേറുന്ന സാദിഖലി തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി രംഗത്തുവന്നതും BJPയെ സന്തോഷിപ്പിക്കാനാണ്. ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന 3ഇടത്തും UDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും BJPയുടെ പ്രതികാര രാഷ്ട്രീയത്തിനെതിരായ വികാരവും UDFന് അനുകൂലമാണ്. LDFന്റെയും BJPയുടെയും അണികള നേതൃത്വത്തിന്റെ നടപടികളില് അസംതൃപ്തരാണ്. അവരെല്ലാം UDFന് വോട്ടും ചെയ്യുമെന്നും സുധാകരന് പറഞ്ഞു. 5 കോടിയുമായി BJP ദേശീയ ജനറൽ സെക്രട്ടറി മുംബൈയിൽ പിടിയിൽ. വോട്ടർമാരെ സ്വാധീനിക്കാനെന്ന ആരോപണം. മുംബൈ 5 കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത പണവുമായി BJP ദേശീയ ജനറൽ സെക്രട്ടറി പിടിയിൽ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവായ വിനോദ് താഡെയാണ് മുംബൈ വിരാറിലെ ഒരു ഹോട്ടലിൽ നിന്ന് ബഹുജൻ വികാസ് അഘാടി പ്രവർത്തകർ പിടികൂടിയത്. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് സംഭവം. ഹോട്ടലിൽ പണം വിതരണം ചെയ്യാനെത്തിയെന്ന് ആരോപിച്ച് വിനോദ് താഡെയെ ബഹുജൻ വികാസ് അഘാടി പ്രവർത്തകർ തടഞ്ഞുവയ്ക്കുകയായിരുന്നു. വിനോദിന്റെ കയ്യിൽ നിന്ന് പണം കൈമാറാനുള്ള ആളുകളുടെ പേരു വിവരങ്ങളും കണ്ടെത്തിയതായി ബഹുജൻ വികാസ് അഘാടി പ്രവർത്തകർ പറയുന്നു. വോട്ടർമാരെ സ്വാധീനിക്കാനാണ് പണവുമായി BJP ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ടെത്തിയെന്ന് ബഹുജൻ വികാസ് അഘാടി BVA പ്രവർത്തകർ ആരോപിച്ചു. വിനോദ് താഡെയെ പ്രവർത്തകർ തടഞ്ഞുവെച്ചതോടെ വിരാറിൽ സംഘർഷാവസ്ഥ ഉണ്ടായി. താഡെയുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ 15 കോടി രൂപ വിതരണം ചെയ്യുന്നതായി പരാമർശിക്കുന്ന ഡയറി ഉണ്ടായിരുന്നുവെന്നും വിരാറിലെ BVA MLA ഹിതേന്ദ്ര താക്കൂർ ആരോപിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് പരസ്യപ്രചാരണം ഔദ്യോഗികമായി അവസാനിച്ചതിനുശേഷം വിരാറിലെ താഡെ തുടരുകയായിരുന്നുവെന്നാണ് BVA പ്രവർത്തകർ ആരോപിക്കുന്നത്. പോലീസും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളും നേരിട്ടെത്തി താഡെയെ കസ്റ്റഡിയിൽ എടുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച വൈകിട്ട് പരസ്യപ്രചാരണം ഔദ്യോഗികമായി അവസാനിച്ചതിനുശേഷം വിരാറിലെ താഡെ തുടരുകയായിരുന്നുവെന്നാണ് BVA പ്രവർത്തകർ ആരോപിക്കുന്നത്. പോലീസും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളും നേരിട്ടെത്തി താഡെയെ കസ്റ്റഡിയിൽ എടുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഭാര്യ അറിഞ്ഞ ബന്ധം. മൃതദേഹം കുഴിച്ചിട്ട് തെങ്ങു നട്ടു. നിർണായകമായത് ബസിൽ കളഞ്ഞ ഫോൺ. ആലപ്പുഴ. അമ്പലപ്പുഴ കരൂരിൽ കൊല്ലപ്പെട്ട കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ ചുരുളഴിഞ്ഞത് 2 ആഴ്ച നീണ്ട ദുരൂഹത. നവംബർ 4-നാണ് വിജയലക്ഷ്മി അമ്പലപ്പുഴയിലെത്തിയത്. 6-ാം തീയതി മുതൽ വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന് ബന്ധുക്കൾ കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതിനിടെ എറണാകുളം ഡിപ്പോയിലെ KSRTC ബസിൽ നിന്ന് ലഭിച്ച ഫോണാണ് വിജയലക്ഷ്മിയുടെ തിരോധാനത്തിന്റെ ചുരുളഴിച്ചത്. ഫോൺ ലഭിച്ച കണ്ടക്ടർ അത് പോലീസിന് കൈമാറി. ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിൽ അയച്ച സന്ദേശങ്ങൾ അതിൽ നിന്ന് പോലീസിന് കിട്ടി. ഇതോടെ വിജയലക്ഷ്മി അവസാനമായി സംസാരിച്ചത് ജയചന്ദ്രനുമായാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതിനിടെ ജയചന്ദ്രനെ തേടി പോലീസ് അമ്പലപ്പുഴയിലെ വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. മീൻ പിടിക്കാൻ ഈ സമയം ജയചന്ദ്രൻ കടലിൽ പോയിരുന്നു. കടലിൽ പോയാൽ ഒരാഴ്ചയോളം കഴിഞ്ഞ് ജയചന്ദ്രൻ തിരിച്ചെത്തൂ എന്നാണ് ഭാര്യ സുനിമോൾ പറഞ്ഞത്.
എന്നാൽ നിർണായകമായ ചില വിവരങ്ങൾ സുനിമോളിൽ നിന്ന് ഇതിനിടെ പോലീസിന് ലഭിച്ചിരുന്നു. വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിലുള്ള ബന്ധം സുനിമോൾക്കറിയാമെന്ന് പോലീസ് മനസ്സിലാക്കി. മത്സ്യവിൽപ്പന നടത്തുന്ന വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ കരുനാഗപ്പള്ളിയിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. അത് പിന്നീട് സൗഹൃദമായി. ഇത് മനസ്സിലാക്കിയ സുനിമോൾ വിജയലക്ഷ്മിയെ കാണാൻ കരുനാഗപ്പള്ളിയിലെത്തി. തന്നെ ജയചന്ദ്രൻ സ്നേഹിക്കുന്നുവെന്നും ഓച്ചിറ ക്ഷേത്രത്തിൽ വെച്ച് സ്ഥിരമായി കണ്ടിരുന്നുവെന്നും പണം നൽകിയിരുന്നുവെന്നും വിജയലക്ഷ്മി സുനിമോളോട് പറഞ്ഞിരുന്നു. വീട്ടുജോലി നോക്കിയിരുന്ന സുനിമോളും വിദ്യാർത്ഥിയായ മകനും വീട്ടിലില്ലാത്ത ദിവസമാണ് വിജയലക്ഷ്മിയോട് അമ്പലപ്പുഴയിലെത്താൻ ജയചന്ദ്രൻ ആവശ്യപ്പെട്ടത്. തുടർന്ന് ഇരുവരും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം കരൂരിലെ വീട്ടിലെത്തി. ഇവിടെ വെച്ച് വെട്ടുകത്തി കൊണ്ട് തലക്കടിച്ച് വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ കൊലപ്പെടുത്തുകയായിരുന്നു. വിജയലക്ഷ്മിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നെന്നും അതിനെപ്പറ്റി ജയചന്ദ്രനുമായി തർക്കമുണ്ടായിരുന്നെന്നും പോലീസ് സ്ഥിരീകരിച്ചു. കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകുത്തിയും വിജയലക്ഷ്മിയുടെ സ്വർണ്ണാഭരണങ്ങളും ജയചന്ദ്രന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി. മൃതദേഹം വീടിനു പിന്നിലെ ഒഴിഞ്ഞ പറമ്പിൽ കുഴിച്ചിടുകയായിരുന്നു. വീട്ടിൽ നിന്ന് 5 മീറ്റർ അകലെയാണ് മൃതദേഹം കുഴിച്ചിട്ടത്. അതേസമയം ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് ആരും കാണാതെ ജയചന്ദ്രൻ മൃതദേഹം എങ്ങനെ കുഴിച്ചിട്ടു എന്നതും പോലീസ് പരിശോധിക്കുകയാണ്. കുഴിയെടുക്കുന്ന സമയത്തോ മൃതദേഹം മറവു ചെയ്യുന്ന സമയത്തോ ആരും കണ്ടില്ലെന്നതും പോലീസിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. മൃതദേഹം കുഴിച്ചിട്ട് അവിടെ 3 തെങ്ങിൻ തൈകൾ വെച്ച ശേഷമാണ് ജയചന്ദ്രൻ കരുനാഗപ്പള്ളിയിലേക്ക് മടങ്ങിയത്. ഇതിനിടെ വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്തേക്കുള്ള KSRTC ബസ്സിൽ ഉപേക്ഷിച്ചു. തുടർന്ന് പതിവ് പോലെ മീൻ പിടിക്കാനായി ബോട്ടിൽ കടലിലേക്ക് പോയി. തിരിച്ചെത്തിയപ്പോൾ കരുനാഗപ്പള്ളിയിൽ വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിൽ താൻ ദൃശ്യം സിനിമ കണ്ടിരുന്നുവെന്നും ജയചന്ദ്രൻ പോലീസിനോട് പറഞ്ഞിരുന്നു. 1.5 വർഷം മുൻപാണ് ജയചന്ദ്രൻ കരൂരിലെ വീട്ടിലേക്ക് താമസം മാറിയത്. ഇവിടെ ജയചന്ദ്രൻ നാട്ടുകാരുമായി അധികം സംസാരിച്ചിരുന്നില്ലെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. മൃതദേഹം പുറത്തെടുത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മണാശ്ശേരി ചെറുവാടി കാവിലട റോഡ് നിർമ്മാണത്തിലെ അപാകത MLA ലിൻഡോ ജോസഫ് സ്ഥലം സന്ദർശിച്ചു. മുക്കം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുന്ന മണാശ്ശേരി ചെറുവാടി കാവിലട റോഡിലെ തെയ്യത്തുംകടവ് മൊയ്തീൻ പാർക്ക് ഭാഗത്തുള്ള നിർമ്മാണത്തിലെ അപാകതകൾ സ്ഥലം MLA ലിൻഡോ ജോസഫ് നേരിട്ടെത്തി പരിശോധിച്ചു. പാതിവഴിയിൽ പണി നിർത്തിയ ഓവുചാൽ, കയ്യേറ്റ ഭൂമി, സംരക്ഷണ ഭിത്തി കെട്ടാതെ മണ്ണിൽ പതിച്ച ഇന്റർലോക്ക്, മലിനജലത്തിന്റെ ഒഴുക്ക് എന്നിവ MLA നേരിൽ കണ്ടു. നിർമ്മാണത്തിലെ അപാകതകൾ ബോധ്യപ്പെട്ട MLA പരിഹാര നടപടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. നിവേദനം സമർപ്പിച്ച കടവ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി. നഗരസഭ ചെയർമാൻ PET ബാബുവും സന്നിഹിതരായിരുന്നു. ചുമയ്ക്ക് ചികിത്സയ്ക്ക് എത്തിയ കോഴിക്കോട് സ്വദേശിയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ ചികിത്സ പിഴവ് ആരോപണം. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ ചികിത്സ പിഴവ് ആരോപണം. ചുമയ്ക്ക് ചികിത്സയ്ക്ക് പോയ പറയഞ്ചേരി സ്വദേശി രക്തസ്രാവമുണ്ടായി അബോധാവസ്ഥയിലായെന്നാണ് പരാതി. ചികിത്സയ്ക്കിടെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടെന്നും 25 ലക്ഷം രൂപ ബില്ലടക്കാൻ ആശുപത്രി നിർബന്ധിക്കുന്നതായും രോഗിയുടെ കുടുംബം ആരോപിക്കുന്നു. അതേസമയം രോഗി ഗുരുതരാവസ്ഥയിലായിരുന്നുവെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം. കാരശ്ശേരി ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10-ന്. മുക്കം കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാങ്കുന്ന വെസ്റ്റ് വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി കൃഷ്ണദാസ് കുന്നുമ്മൽ മത്സരിക്കും. ഡിസംബർ 10-നാണ് ഉപതെരഞ്ഞെടുപ്പ്. പഞ്ചായത്തംഗമായിരുന്ന കോൺഗ്രസിലെ കുഞ്ഞാലി മമ്പാട്ടിന്റെ നിര്യാണത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തവണ ഇടത് സ്ഥാനാർത്ഥി ആരിഫിനെ 125 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു കുഞ്ഞാലി മമ്പാട്ട് വിജയിച്ചിരുന്നത്. വാർഡ് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വാർഡിൽ ഏറെ സ്വാധീനമുള്ള കൃഷ്ണദാസിനെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. വാർഡിൽ തനിക്ക് 100% വിജയപ്രതീക്ഷയാണുള്ളതെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. വാർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കൃഷ്ണദാസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സമാൻ ചാലുളി പറഞ്ഞു. അതിനിടെ ഇടതുമുന്നണിയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി. വാർഡിൽ സ്വാധീനമുള്ള പ്രമുഖ കുടുംബത്തിനുകൂടി സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെയാണ് LDF പരിഗണിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 22-ആണ്. സൂക്ഷ്മപരിശോധന 23-ന് നടക്കും. പത്രിക നവംബർ 25 വരെ പിൻവലിക്കാം. വോട്ടെണ്ണൽ ഡിസംബർ 11-ന് രാവിലെ 10-ന് നടക്കും. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം. പരാതി നൽകാൻ 8 കൊല്ലമെടുത്തു എന്ന് സുപ്രീംകോടതി. ദില്ലി ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിച്ച് സുപ്രീംകോടതി. നടി പരാതി നൽകാൻ 8 കൊല്ലമെടുത്തു എന്നത് കണക്കിലെടുത്താണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി സഹകരിക്കണമെന്നും പാസ്പോർട്ട് വിചാരണ കോടതിയിൽ സമർപ്പിക്കണമെന്നും സിദ്ദിഖിന് നിർദ്ദേശം നൽകി. ജസ്റ്റിസ് ബേല M ത്രിവേദി, ജസ്റ്റിസ് സതീഷ് ചന്ദ്ര മിശ്ര എന്നിവരുടെ ബഞ്ച് ഹ്രസ്വവാദം കേട്ട ശേഷമാണ് നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. രക്ഷിതാക്കളുടെ കൂടെയാണ് സിദ്ദിഖിനെ കാണാൻ നടി വന്നതെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് അഭിഭാഷകൻ മുകുൾ റോദ്ഗി വാദിച്ചു. ആദ്യ ഫേസ്ബുക്ക് പോസ്റ്ററിൽ സിദ്ദിഖിനെതിരെ ആരോപണമില്ലായിരുന്നു. മാധ്യമങ്ങളിലൂടെയും പിന്നീട് അപമാനിച്ചു. ഇത് ചൂണ്ടിക്കാട്ടി സിദ്ദിഖ് പരാതി നൽകിയ ശേഷമാണ് നടി പോലീസിനെ സമീപിച്ചതെന്നും റോദ്ഗി വ്യക്തമാക്കി. പഴയ മൊബൈൽ ഫോണുകൾ തന്റെ കയ്യിലില്ലെന്നും സിദ്ദിഖ് ആവർത്തിച്ചു നടി പറഞ്ഞ കാര്യങ്ങൾ പ്രഥമദൃഷ്ട്യാ ശരിയെന്ന് തെളിവുണ്ടെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി രഞ്ജിത് കുമാർ പറഞ്ഞു.
ജാമ്യം നൽകുന്നത് നടിയുടെ കുടുംബാംഗങ്ങൾക്കും ഭീഷണിയാണെന്നും മറ്റു കേസുകളെയും ഇത് ബാധിക്കുമെന്നും സംസദാനം വാദിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷമാണ് പലർക്കും പരാതി നൽകാൻ ധൈര്യം വന്നതെന്ന് നടിയുടെ അഭിഭാഷക വൃന്ദ ഗ്രോവർ ചൂണ്ടിക്കാട്ടി. ഫേസ്ബുക്കിലൂടെ നടിയെ സിദ്ദിഖാണ് ബന്ധപ്പെട്ടതെന്നും വൃന്ദ ഗ്രോവർ പറഞ്ഞു. പ്രമാദമായ കേസെന്ന നിലയ്ക്ക് ഉത്തരവിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. പരാതി നൽകിയത് 8 കൊല്ലത്തിനു ശേഷമാണ്. പരാതിക്കു മുമ്പ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നടി ഇക്കാര്യം കുറിച്ചിരുന്നു. ഹേമ കമ്മിറ്റിക്കു മുമ്പാകെയും വിഷയം ഉന്നയിച്ചില്ല. ഇതൊക്കെ പരിഗണിച്ച് ജാമ്യം നൽകുന്നു. പാസ്പോർട്ട് സിദ്ദിഖ് കോടതിയിൽ നൽകണമെന്നും അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും കോടതി നിർദ്ദേശിച്ചു. സിദ്ദിഖിന് കേസിലെ ഈ വിധിയോടെ ഹേമ കമ്മിറ്റിക്കു ശേഷം ഉയർന്ന കേസുകളിൽ ഉൾപ്പെട്ട എല്ലാവർക്കും മുൻകൂർ ജാമ്യം കോടതികളിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചു. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കരിയർ പ്ലാനിംഗ് ആൻഡ് ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചു. കല്ലാനോട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ബോണി ജേക്കബ് ക്ലാസ് നയിച്ചു. +1 ക്ലാസുകളിലെ 240ഓളം വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലെ കരിയർ ഓപ്ഷനുകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും കരിയർ ലക്ഷ്യം തിരിച്ചറിയുന്നതിന് അവരെ സഹായിക്കുന്നതിനുമാണ് കരിയർ ഗൈഡൻസ് സെൽ പ്രവർത്തിക്കുന്നത്. കോഴ്സുകൾ തെരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കുണ്ടാകാവുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയിൽ നിന്നും രക്ഷ നേടാൻ കരിയർ ഗൈഡൻസ് സെൽ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. പ്രിൻസിപ്പൽ വിജോയ് തോമസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കരിയർ ഗൈഡൻസ് ഇൻചാർജ് റെജി പി ജെ ഔദ്യോഗികമായി നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ഡിലിമിറ്റേഷൻ UDF പ്രതിഷേധിച്ചു. കോടഞ്ചേരി വാർഡുകളുടെ എണ്ണം വർദ്ധിക്കാതിരിക്കുമ്പോഴും രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഭാഗമായി കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വാർഡുകൾ വെട്ടിമുറിക്കുന്ന നടപടികൾക്കെതിരെ കോടഞ്ചേരി മണ്ഡലം UDF കമ്മിറ്റി പ്രതിഷേധിച്ചു. സർക്കാർ നിർദ്ദേശപ്രകാരം പഞ്ചായത്തുകളിൽ വാർഡുകൾ വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി വിഭജനം നടത്തിയപ്പോൾ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വാർഡുകളുടെ എണ്ണം കൂടുന്നില്ല എന്നറിഞ്ഞിട്ടും LDFന്റെ രാഷ്ട്രീയ ലാഭത്തിനുവേണ്ടി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് അശാസ്ത്രീയമായ വാർഡ് വിഭജനം നടത്തി ഭരണം നേടിയെടുക്കാനുള്ള LDF ശ്രമങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും ചെറുത്ത് തോൽപ്പിക്കുമെന്ന് UDF മണ്ഡലം കമ്മിറ്റി പത്രക്കുറിപ്പിൽ അറിയിച്ചു. വർഷങ്ങളായി UDFന്റെ കൈവശമിരിക്കുന്ന വാർഡുകൾ LDFന് വേണ്ടി വെട്ടിമുറിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ വിലപ്പോകില്ല എന്നും UDF യോഗം വിലയിരുത്തി. UDF ചെയർമാൻ KM പൗലോസ് അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോബി ഇലന്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിൻസെന്റ് വടക്കേമുറിയിൽ, കൺവീനർ ജയ്സൺ മേ നാങ്കുഴി, ട്രഷറർ അബൂബക്കർ മൗലവി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ്, ചെമ്പകശ്ശേരി KM ബഷീർ, സണ്ണി കാപ്പാട്ടുമല, ജോസഫ് ഐഗയിൽ, ജമില അസീസ്, ചിന്ന അശോകൻ, സജി നിരവത്ത്, ഭാസ്കരൻ പട്ടരാട്, നാസർ PP, അന്നക്കുട്ടി ദേവസ്യ, ലിസി ചാക്കോ, റിയാനസ് സുബൈർ, വർഗീസ് പുത്തൻപുര എന്നിവർ പ്രസംഗിച്ചു. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം സമുചിതമായി ആചരിച്ചു. കോടഞ്ചേരി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സമുചിതമായി ആചരിച്ചു. സർവമ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും മധുര പലഹാര വിതരണവും അനുസ്മരണ സമ്മേളനവും നടത്തി. അനുസ്മരണ സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോബി ഇലന്തൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിൻസെന്റ് വടക്കേമുറിയിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, UDF ചെയർമാൻ KM പൗലോസ്, ജോസഫ് ഐഗ, PP നാസർ, സജി നിരവത്ത്, ചിന്ന അശോകൻ, കുമാരൻ കരിമ്പിൽ, വാസുദേവൻ ഞാറ്റുകാലായിൽ, ഭാസ്കരൻ പട്ടാരാട് എന്നിവർ പ്രസംഗിച്ചു. പുതുപ്പാടി കള്ളാട്ടിൽ അലൻ ജോൺസ് 31 നിര്യാതനായി. കള്ളാട്ടിൽ ജോൺസൺ LC ദമ്പതികളുടെ മകനാണ്. സംസ്കാരം നാളെ 20 നവംബർ 24 ബുധനാഴ്ച 2 മണിക്ക് വസതിയിൽ ശുശ്രൂഷയ്ക്ക് ശേഷം പുതുപ്പാടി സെന്റ് ജോർജ് കത്തോലിക്ക പള്ളി സിമിത്തേരിയിൽ. സഹോദരങ്ങൾ അമലു ജോൺസ്, ജോൺസ് മാത്യു, ഡോൺ ജോൺസ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.